നമസ്കാരം. ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. വലിപ്പം കുറയ്ക്കാനൊരുങ്ങുന്ന ബ്രിട്ടീഷ് ക്യാബിനറ്റ് ഓഫീസ് 400 തസ്തികകൾ വെട്ടിക്കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചു. കാര്യക്ഷമതാ ഡ്രൈവിന്റെ ഭാഗമായി 14,000 ജോലികൾ വെട്ടിക്കുറയ്ക്കുമെന്ന വാർത്ത ബുധനാഴ്ച പുറത്തു വന്നതിന്റെ പിന്നാലെയാണ് ഈ വാർത്ത. ഗവൺമെന്റിലുടനീളം ക്യാബിനറ്റ് ഓഫീസിൽ 6,315 മുഴുവൻ സമയ ജീവനക്കാരുണ്ട്. 2030 UK-യിലുടനീളം 3 ലക്ഷം ഇലക്ട്രിക് വാഹന ചാർജ് പോയിന്റുകൾ വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് ബ്രിട്ടീഷ് സർക്കാർ വ്യക്തമാക്കുന്നു. UK-യിലെ മറ്റേത് പ്രദേശത്തെക്കാളും പ്രതീക്ഷിച്ച ചാർജ് പോയിന്റുകൾ ലണ്ടനിൽ സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാ പബ്ലിക് ചാർജിംഗ് പോയിന്റുകളുടെയും 44% ലണ്ടനിലും തെക്ക് കിഴക്കൻ ഭാഗങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ളത്. UK-യുടെ പുനരുപയോഗ ഊർജ്ജ വിതരണം വർദ്ധിപ്പിക്കുന്ന നടപടികൾ ഉൾപ്പെടെ ഗവൺമെന്റിന്റെ ക്ലീൻ പവർ 2030 പദ്ധതി ഊർജ്ജ സെക്രട്ടറി എഡ് മിലിബാൻഡ് പ്രഖ്യാപിക്കും. ഈ നിർദ്ദേശങ്ങൾ സ്വകാര്യ മേഖലയിൽ നിന്നും പ്രതിവർഷം 40 ബില്യൺ പൗണ്ട് നേടിയെടുക്കുമെന്നാണ് പ്രതീക്ഷ. ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബെയർ റീഫിലെ ദ്വീപിൽ ലൈറ്റ് പ്ലെയിൻ അപകടമുണ്ടാക്കി UK വിനോദസഞ്ചാരികളുടെ മരണത്തിനിടയാക്കിയ പൈലറ്റിനെ ജയിൽ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കി. 2017 ജനുവരിയിൽ മിഡിൽ ഐലൻഡിലെ മണലിൽ വിമാനം ഇടിച്ചിറക്കി ഉണ്ടാക്കിയ അപകടത്തിൽ ബ്രിട്ടീഷ് ടൂറിസ്റ്റ് ജോസ്ലിൻ സ്പർവെ കൊല്ലപ്പെടുകയും 21-കാരിയായ ഐറിഷ് വനിത ഹന്ന ഒഡോണിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ലണ്ടനിലെ വിക്ടോറിയ സ്ട്രീറ്റിലെ ഓൾബാർ 1-ൽ ക്രിസ്മസ് പാർട്ടിക്ക് ശേഷം അതിക്രമമുണ്ടാക്കിയ ബക്കിംഗ്ഹാം കൊട്ടാരം ജോലിക്കാരി യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേടുപാടുകൾ ഉണ്ടാക്കി, മദ്യപിച്ച് അതിക്രമം നടത്തി എന്നിവ ആരോപിച്ചാണ് യുവതിയെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. പിന്നാലെ പിഴ ഈടാക്കി വിട്ടയച്ചു. ചടങ്ങ് ഔദ്യോഗിക പാലസ് ക്രിസ്മസ് പാർട്ടി അല്ലെങ്കിലും ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് കൊട്ടാരം വക്താവ് അറിയിച്ചു. സ്റ്റോക്ക് പോർട്ടിലെ 2 സ്കൂൾ വിദ്യാർത്ഥികളെ കാണാതായിട്ട് 24 മണിക്കൂർ പിന്നിട്ടിട്ടും വിവരമൊന്നുമില്ല. ഈ 2 കൗമാരക്കാർക്ക് വേണ്ടി പോലീസ് ഊർജിതമായി അന്വേഷണം ആരംഭിച്ചു. മെക്കനീസ് എന്ന 13-കാരനെയും ടൈലർ എന്ന 12-കാരനെയുമാണ് കാണാതായത്. നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജനുവരി 20 നടക്കുന്ന തന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ ക്ഷണിച്ചതായി വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് അറിയിച്ചു. എന്നാൽ ചൈനീസ് പ്രസിഡന്റ് ക്ഷണം സ്വീകരിച്ചോ ഇല്ലയോ എന്ന് ഇനിയും ലെവിറ്റ് വ്യക്തമാക്കിയിട്ടില്ല. പാർലമെന്റ് പുറത്താക്കിയ മൈക്കൽ ബാർണിയറിന് പകരം പ്രധാനമന്ത്രിയെ കണ്ടെത്തുന്നതിൽ ഉടൻ തീരുമാനമെന്ന സൂചന. മണിക്കൂറുകൾക്കകം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പുതിയ പ്രധാനമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് റിപ്പോർട്ട്. ഉക്രൈനെതിരെ വൻ വ്യോമാക്രമണം നടത്തിയ റഷ്യ ഡസൻ കണക്കിന് ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടുത്തിയായിരുന്ന ആക്രമണം. ഉക്രൈനിയൻ പവർ ഗ്രിഡാണ് റഷ്യൻ സേന ലക്ഷ്യമിട്ടതെന്ന് ഉക്രൈൻ ഊർജ്ജമന്ത്രി ഹെർമൻ ഹാലുഷെങ്കോ പറഞ്ഞു. ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണത്തിന് ആമസോൺ $1 മില്യൺ സംഭാവന ചെയ്യാൻ പദ്ധതിയിടുന്നു. ആമസോൺ സ്ഥാപകനായ ജെഫ് ബെസോസും ട്രംപുമായി ഉടൻ കൂടിക്കാഴ്ച നടത്തുമെന്ന് വാർത്തകളുണ്ട്. ടോപ്പ് 10 ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.